എന്നുള്ളതാണ്. അതൊന്നുമല്ല അൾട്ടിമേറ്റായ ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ പാവപ്പെട്ടവൻ എന്തിനാണ് നോമ്പ് നോക്കണത്? ഇത്ര കാലം അറിഞ്ഞ വിഷമം ഒന്നും കൂടി അറിയാനാ? സെൽഫിയോ? അപ്പം അതല്ല അടിസ്ഥാന ലക്ഷ്യം. അടിസ്ഥാന ലക്ഷ്യം കിടക്കുന്നത് നമ്മൾ ഓരോരുത്തരും മുത്തഖിയാവുക എന്നുള്ളതാണ് റമദാനിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ. ഇപ്പോൾ റമദാനിൻ്റെ ലക്ഷ്യം മുത്തഖിയാവൽ എന്നതാണ്. ആരാണ് മുത്തഖി? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ, ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഉള്ളതുപോലെ ചെലവഴിക്കുന്നവർ. പണ്ടൊക്കെ പള്ളിയുടെ പിരിവിനൊക്കെ വന്നാൽ 2000 5000 ഒക്കെ കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ 200 കൊടുക്കും. അതാണ് മുത്തഖിയുടെ ഒന്നാമത്തെ അടയാളം. രണ്ടാമത്തത് വൽ കാളിമി, ദേഷ്യം പിടിക്കേണ്ട സാഹചര്യം വന്നാൽ തന്നെ ദേഷ്യം പിടിക്കാത്തവർ. ആൾക്കാരുണ്ടാവും, പ്രഷർ ഷുഗറിൻ്റെ ആൾക്കാർ. അവർ മൂസൽ കാളിം റളിയല്ലാഹുവിൻ്റെ പേരിൽ ഡെയിലി ഫാത്തിയോദിയാൽ മതി, എന്നാൽ ആ പ്രശ്നം തീരും. എന്നിട്ടും മാറുന്നില്ലെങ്കിൽ ഡോസ് കൂടി ഒരു ഫാത്തിയുണ്ട്, മുആവിയ റളിയല്ലാഹുവിൻ്റെ പേരിൽ ഫാത്തിയോദിയാൽ മതി. ജീവിതത്തിൽ ഒരിക്കലും ദേഷ്യം പിടിക്കാത്ത മഹാനാണ് മുആവിയ റളിയല്ലാഹു. ഓരോ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ഉമ്മ ഭയങ്കര സ്റ്റൈലാണല്ലേ, നല്ല വൃത്തിയുള്ള സ്ത്രീയാണല്ലേ. ദേഷ്യം പിടിപ്പിക്കാൻ ഒരു സെക്ഷൽ വേർഡ് പറഞ്ഞതാ. അപ്പോൾ മുആവിയ റളിയല്ലാഹു തിരിച്ചു പറഞ്ഞു, എൻ്റെ ഉമ്മ സ്റ്റൈലുള്ളതുകൊണ്ട് തന്നെയല്ലേ എൻ്റെ ഉപ്പ ഓരത്തന്നെ കെട്ടീന്, എന്നിട്ടും ദേഷ്യം പിടിച്ചിട്ടില്ല എത്ര. അപ്പോൾ മുത്തഖിയുടെ രണ്ടാമത്തെ അടയാളമാണ് വൽ കാളിമീനൽ ഗൈദ്, ദേഷ്യത്തെ അടക്കിപ്പിടിക്കുന്നവർ. മൂന്നാമത്തത് വൽ ആഫീന അനിന്നാസ്, ഇങ്ങോട്ട് തെറ്റ് ചെയ്തവർക്ക് അങ്ങോട്ട് മാപ്പ് കൊടുക്കുന്നവർ. ഇതെല്ലാം പറയാൻ നല്ല എളുപ്പമാണ്. നമ്മൾ നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ട് പോകുമ്പോൾ ബസ് ചെളി തെറിപ്പിച്ചു മഴക്കാലത്ത്, ഈ ബസ് കുന്നമംഗലെത്തുന്നതിന് മുമ്പ് എന്തെങ്കിലും ആയിപ്പോട്ടെ എന്നെല്ലാം ചിന്തിക്കുന്നത് തഖ്വ ഇല്ലാത്തതുകൊണ്ടാണ് എന്നർത്ഥം. ചില ആൾക്കാർ എപ്പോഴും ഒരു സ്വാർത്ഥ ചിന്താഗതിക്കാരായിരിക്കും. മൂപ്പര് ബസ് സ്റ്റോപ്പിൽ നിന്നാൽ എല്ലാ ബസ്സും നിർത്തിയിരിക്കണം. ഒരു ബസ് കൈ നീട്ടി നിർത്തിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ലാലാഖിൻ്റെ പോക്കാന്ന് പറയും. ഇനി മൂപ്പര് ബസ്സിൽ കയറിയാൽ ആ ബസ് എടി നിർത്താനും പാടില്ല, മൂപ്പരുടെ സ്ഥലത്തേ നിർത്താൻ പാടുള്ളൂ. ഇല്ലെങ്കിലോ ഇതെന്തിനാ ഈ ഓരോ സ്ഥലത്ത് നിർത്തുന്നതെന്ന് പറയും. ഇതൊന്നും വിശ്വാസിക്ക് യോജിച്ചതല്ല എന്ന് ചുരുക്കം. ഇതാണ് മുത്തഖിയുടെ 3 അടയാളം. ഈ 3-ലുള്ളൊരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന അടിസ്ഥാന ലക്ഷ്യം, നല്ല മനസ്സിൻ്റെ ഉടമകളാവുക എന്നുള്ളത്. പലപ്പോഴും നമ്മൾ റമദാനിനെ നോക്കിക്കാണുന്നത് കഴിഞ്ഞ റമദാനിലൂടെ കുറച്ച് കൊളസ്ട്രോൾ കുറഞ്ഞ് ഇക്കുറി ഒരു 5 കിലോയെങ്കിലും കുറയണമെന്നാണ് വിചാരിക്കുന്നത് എന്നാണ് പലരുടെയും ലക്ഷ്യമായിട്ട് തന്നെ ഉള്ളത്. ഇതിനല്ല അള്ളാഹു റമദാൻ തന്നത്. റമദാൻ തന്നത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാവുക എന്നുള്ളതാണ് റമദാനിൻ്റെ ലക്ഷ്യം. നമ്മൾ എത്രത്തോളം അഖറബുലി തഖ്വ, തഖ്വയിലേക്ക് അടുത്തിട്ടുണ്ടാവും. കുറേ നോമ്പ് കഴിഞ്ഞല്ലോ. രാവിലെ അത്താഴം കഴിക്കുന്നു, രാത്രി നോമ്പ് തുറക്കുന്നു എന്ന ഒരു ചാക്രിയ സിദ്ധാന്തം പോലെ നോമ്പ് പോയാൽ പോരാ. ഇതിനാണെങ്കിൽ കാര്യമായിട്ട് ബല്യഗന റമദാൻ, എവിടെയുള്ള റമദാനെ വിളിച്ചു വരുത്തണ്ടല്ലോ. ഇങ്ങനെ അത്താഴം കഴിക്കലാണ് റമദാൻ്റെ ലക്ഷ്യമെങ്കിൽ ഇങ്ങനെ ഒരാൾ എപ്പോഴാണ് മുത്തഖിയാവുക? ഈ ക്വാളിറ്റിയൊക്കെ എങ്ങനെയാണ് നേടിയെടുക്കാൻ പറ്റുക? അതിന് സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഖൗഫു മിനല്ലാഹിൽ ജലീൽ,
തെറ്റ് ചെയ്യാനുള്ള ചാൻസ് കിട്ടിയിട്ട് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് തെറ്റ് ചെയ്യാതിരിക്കാനുള്ള സന്മനസ് എപ്പോഴാണോ രൂപപ്പെടുന്നത് അന്ന് നിനക്ക് മുത്തഖിയാവാൻ കഴിയും. കോംപ്ലക്സിലെ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ തെരുവിലൂടെ ഒരു അന്യ പെണ്ണ് പോണത്, അപ്പോൾ നമ്മൾ മാറി നിന്നു. അങ്ങനെ എല്ലാ കാലത്തും നമുക്ക് എപ്പോഴാണ് ആ ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്? അന്ന് മുത്തഖിയാവും. കൈക്കൂലി വാങ്ങാൻ നല്ല ചാൻസ്, CCTV ഇല്ലാത്ത റൂം, എന്നിട്ട് വാങ്ങാതിരിക്കുന്ന ഉദ്യോഗസ്ഥൻ. അതുകൊണ്ടാണ് അവർക്ക് അർശിൻ്റെ തണലുണ്ടെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. നിങ്ങൾ അർശിൻ്റെ തണൽ കിട്ടുന്ന വിഭാഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഹദീസ് നോക്കിയേ. ഒന്ന് പറയുന്നത് ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരി. ഒരാൾ അയാൾ നീതിമാനായ ഭരണാധികാരി അല്ല. പിന്നെ അർശിൻ്റെ തണൽ കിട്ടുന്നത് ഷാബുൻ നശഅ ഫീ ഇബാദത്തില്ല, യുവത്വം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചവർ. അഡോളസൻസ് പീരീഡ് മുതൽ 10-35 വയസ്സ് വരെ ജീവിച്ച് അങ്ങനെ അള്ളാഹിൻ്റെ മാർഗത്തിൽ ജീവിക്കാൻ പെരുത്ത് പണിയില്ലേ. ഇങ്ങനെ പറഞ്ഞ് അഞ്ചാമത്തെ വിഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് അർശിൻ്റെ തണൽ. അതാരാ? റജുലുൻ, ഒരാൾ, പുരുഷൻ എന്നല്ല അർത്ഥം, ഒരാൾ, ആണാവട്ടെ പെണ്ണാവട്ടെ. ദഅതുഹു ഇംറഅത്തുൻ, അയാളെ എതിർലിംഗത്തിൽപ്പെട്ട ആണോ പെണ്ണോ ക്ഷണിച്ചു. വാട്സപ്പിൽ ഹായ് എന്ന് മെസ്സേജ് അയച്ചു രാത്രി 11:30. ആര്? പണ്ട് SLC പഠിക്കണ കാലത്ത് ഉണ്ടായിരുന്ന ലവർ, അല്ലെങ്കിൽ ഡിഗ്രി കാലത്ത്. അപ്പോൾ ചില്ലറക്കാരിയല്ല പെണ്ണ്, ലാത്തു മൻസിബിൻ വജമാലിൻ, അത്യാവശ്യ സൗന്ദര്യവും തറവാടത്തൊക്കെ ഉള്ള നല്ല പെണ്ണെന്നെ. ഓളാണ് ഹായ് എന്ന് മറ്റു മെസ്സേജ് അയക്കും, വീഡിയോ കോളിൽ വരാമെന്ന് വെച്ചിട്ട്. ഫഖാൽ, അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? ഇനി അഖാഫുള്ള, നമ്പർ ബ്ലോക്ക് ചെയ്തു. അയാൾക്ക് അർശിൻ്റെ തണലുണ്ട്. അങ്ങനെ 1 മിനിറ്റ് കൊണ്ട് അർശിൻ്റെ തണൽ കിട്ടിയേ. ഈ 1 മിനിറ്റ് ഉണ്ടാക്കണമെങ്കിൽ പെരുത്ത് പണിയുണ്ട്. അതിനാണ് റമദാൻ. ആ 1 മിനിറ്റ് ഉണ്ടല്ലോ, ക്യാമ്പസിൽ എല്ലാവരും വൃത്തികേടിന് കൂത്താടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സെന്നോ, ഞാനില്ല എന്ന് പറയാനുള്ളൊരു മനസ്സ്, ആ 1 മിനിറ്റ് രൂപപ്പെടുത്താനാണ് റമദാൻ അള്ളാഹു തന്നത്. കല്യാണത്തിൽ എല്ലാവരും കല്യാണത്തിന് മഞ്ഞ കല്യാണം ചുവന്ന കല്യാണമായിട്ട് ആറാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനൊന്നും എന്നെ കിട്ടൂല എന്ന് പറഞ്ഞിട്ട് ഈമാൻ തെളിയിക്കാൻ ഒരാൾക്ക് കഴിയണമെങ്കിൽ അയാളുടെ ഹൃദയാന്തരങ്ങളിൽ തഖ്വ ഉണ്ടാവണം. ആ തഖ്വ രൂപപ്പെടാനാണ് കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഇതിനാണ് നോമ്പ്. അല്ലാണ്ട് കൊളസ്ട്രോൾ കുറയാനല്ല നോമ്പ്. നോമ്പ് നോക്കൂ, ആരോഗ്യവാന്മാരാകൂ, അത് ഹദീസ് ഉണ്ട്. ആരോഗ്യം നേടിയെടുക്കലല്ല നോമ്പിൻ്റെ ലക്ഷ്യമാവേണ്ടത്. അത് ഇൻഫ്യാലൻ ഇറ്റ് വിൽ ബി ഡൺ, അതുണ്ടാവും, അത്ര തന്നെ. ആരോഗ്യത്തിനല്ല ആരും നോമ്പെടുക്കേണ്ടത്, വ്യായാമമായിട്ടല്ല നിസ്കരിക്കേണ്ടത്. അതൊക്കെ അത് അൺഫോർച്ചുനേറ്റ്ലി അങ്ങോട്ട് സംഭവിക്കും. അപ്പോൾ നമ്മുടെ ലക്ഷ്യം ഉണ്ടാവേണ്ടത് നോമ്പിലൂടെ, റമദാനിലൂടെ മുത്തഖിയാവലാണ്. എന്ന് പറഞ്ഞാൽ സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഒരു താഴ്വരയിലൂടെ നടന്നു പോകുന്നു. ഒരാട്ടിടയൻ കുറേ ആടിനെ മേയ്ക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ചോദിച്ചു, ആ അകിട് വീർത്തിരിക്കുന്ന ആടില്ലേ? യെസ്. അതിനെ എനിക്ക് വിൽക്കാവോ? ഇതെൻ്റേതല്ല, ഞാൻ വെറും ആട്ടിടയനാണ്. ഇതിനെ മേയിച്ച് തീറ്റ കൊടുത്തിട്ട് തിരിച്ച് മുതലാളിയിലേക്ക് തന്നെ എത്തിക്കണം. എൻ്റെ മിൽക്കിലുള്ള അധികാരത്തിലുള്ളതാണെങ്കിലല്ലേ ആടിനെ വിൽപ്പനയൊക്കെ നടത്താൻ, ക്രയവിക്രയം നടത്താനുള്ള അധികാരമില്ലാന്ന് ചുരുക്കം. അപ്പം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇഖ്തിബാറൻ, പരീക്ഷിക്കാൻ വിചാരിച്ചു ഇയാൾ പറയണത് ഒറിജിനൽ തഖ്വ കൊണ്ട് തന്നെയാണോ അല്ലയോ എന്ന് മനസ്സിലാവാൻ വേണ്ടി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിൻ്റെ ആടിനെ എനിക്ക് വിറ്റോളി. ഈ ആടിനെ എനിക്ക് വിറ്റാൽ, അകിട് വീർത്തിരിക്കുന്ന പാല് പൂത്തുലിന് നിൽക്കുന്ന ഈ ആടിനെ എനിക്ക് വിറ്റാൽ എനിക്ക് ആടുമായി പാലുമായി. നിനക്ക് ഞാൻ യഥേഷ്ടം പണം തരാം. അപ്പോൾ നിനക്ക് പണമായി. പിന്നെയുള്ള ഒരാശങ്ക, മുതലാളിയോട് സന്ധ്യാസമയത്ത് എന്ത് പറയുന്നല്ലേ, അത് ചെന്നായി എങ്ങാനും പിടിച്ചെന്ന് പറഞ്ഞോളീ. അപ്പോൾ 3 എണ്ണം ഓക്കെ അല്ലേ? എനിക്ക് ആടുമായി പാലുമായി, നിനക്ക് ക്യാഷായി.
മുതലാളിയോട് പറയാനുള്ള കാരണമായി. ഈ അടിമച്ചക്കൻ പറഞ്ഞു യെസ് അഗ്രീഡ്. നിങ്ങൾ പറഞ്ഞതിൻ്റെ ചുരുക്കം, ഈ ആട് വിൽപ്പന നടത്തിയാൽ നിങ്ങൾക്ക് ആടും പാലുമായി, എനിക്ക് ക്യാഷായി, മുതലാളിയോട് പറയാനുള്ള കാരണമായി. ഓക്കെ, ഒരു സംശയമുണ്ട്. അതെന്തേലും ചെക്കൻ അബ്ദുല്ലാഹിബ്നു ഉമർ ഞങ്ങളോട് ചോദിച്ചു, അയിനല്ലാ, അള്ളാഹിനോട് എന്താ പറയേണ്ടത്, അതും കൂടി ഒന്ന് പറഞ്ഞുതരേൻ. അബ്ദുല്ലാഹിബ്നു ഉമർ ഞങ്ങൾ കുറേ നേരം കരഞ്ഞു പോയി. മുതലാളിയോട് അങ്ങനെ പറയാം, അയിനല്ലാ, അള്ളാഹിനോടെന്ന് പറയും. പിന്നെ കുറേ കാലം അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ഇതായിരുന്നു, എന്ത്, യഖൂലു ദാലിക്കൽ അബ്ദു അയിനല്ലാ, പറഞ്ഞ് നടക്കും. എല്ലാ വഴികളിലൂടെ, ഊടുവഴികളിലൂടെ അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ പറഞ്ഞു നടക്കും. എന്ത്, ആ അടിമച്ചക്കൻ ചോദിക്കുന്നു, അള്ളാഹുവിനോട് എന്ത് മറുപടി പറയും? ഇതിനാണ് തഖ്വ എന്ന് പറയാം. അള്ളാഹുവിനെ പേടിച്ചിട്ട് തെറ്റ് ചെയ്യാനുള്ള ചാൻസ് കിട്ടിയിട്ട് തെറ്റൊഴിവാക്കൽ. ആ ഡെഫിനേഷൻ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇംതിസാലൻ ഉസൂലുൽ ഫിഖിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അള്ളാഹിനെ പേടിച്ചിട്ട് അള്ള പറഞ്ഞുകൊണ്ട് തെറ്റൊഴിവാക്കണം. അല്ലാതെ ഫോണിൽ ഒരു തെറ്റ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബഫറിങ് ലോഡിങ്, എന്താ ഇത് നെറ്റ് കിട്ടാത്ത, കറക്റ്റ്, ഓ ഇന്ന് 9-ാം തീയതി അല്ലേ, നെറ്റ് റീചാർജ് ചെയ്യണ്ടേ, കഴിഞ്ഞ്. ഏതായാലും ഇന്ന് ളുഹറിന് ശേഷം ഒരു പ്രഭാഷണം കേട്ടല്ലേ തഖ്വനെ കുറിച്ച്, വേണ്ട ഹറാമ് കാണണ്ടാന്ന്. അതല്ല തഖ്വ, അത് നെറ്റില്ലാത്തോണ്ടാണ്. അതിന് തഖ്വ എന്ന് പറയൂല. ഒരു വട്ടം ഞാൻ തെറ്റ് ചെയ്തിട്ട് ആൾക്കാർ പിടിച്ചതാ, ഇനിയും തെറ്റ് ചെയ്താൽ മഹല്ലുകാർ പിടിച്ചാൽ, അല്ലെങ്കിൽ നാട്ടുകാർ പിടിച്ചാൽ, അല്ലെങ്കിൽ ഷോപ്പുകാർ പിടിച്ചാൽ, മുതലാളി അറിഞ്ഞാൽ വേണ്ടവരിക്കാം എന്ന് വിചാരിച്ചിട്ട് തെറ്റൊഴിവാക്കലല്ല തഖ്വ. പിന്നെ തർക്കു ഹറാമിൻ വാഹിദിൻ ലില്ലാഹി ഖൈറുൽ ലക മിൻ അൽഫി ഹജ്ജത്തിൻ വ ഉംറ. ഒരു ഹറാമിന് ചാൻസ് കിട്ടിയിട്ട് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് തെറ്റൊഴിവാക്കിയാൽ മോനെ ആയിരക്കണക്കിന് ഹജ്ജ് ഉംറ ചെയ്തതിൻ്റെ പ്രതിഫലമാണെന്ന് ഇമാം ഷഅറാനി റഹിമഹുല്ലയുടെ തംബീഹുൽ മുഖ്തരീൻ എന്ന ഗ്രന്ഥത്തിൽ കാണാം. ഇതാ ശരിക്ക് ഒരാൾ ഈമാൻ ഉണ്ടെങ്കിൽ നേടിയെടുക്കേണ്ട ക്വാളിറ്റി. കുറേ ഹജ്ജല്ല, കൊല്ല ഹജ്ജ് ചെയ്യുക, കൊല്ലം വേറെ എന്തെങ്കിലും സുഹൃതം ചെയ്യുക, പള്ളികളാകുന്ന എല്ലായിടത്തും സംഭാവന കൊടുക്കുക, ഇതൊന്നുമല്ല നമ്മൾ നേടിയെടുക്കേണ്ട ക്വാളിറ്റി. അൽ ഖൗഫു മിനല്ലാഹിൽ ജലീൽ, അള്ളാഹുവിനെ പേടിക്കുന്ന ഒരു ജീവിതം, അതാ വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഏത് വൃത്തികെട്ട സാഹചര്യത്തിൽ നിന്നും നന്നായി വരും. പൊട്ടക്കിണറ്റിൽ ആ 13-ാം വയസ്സിൽ ഉണ്ടായിരുന്നത്, പൊട്ടക്കിണറ്റിൽ വൃത്തികെട്ട മനുഷ്യനാവാനുള്ള എല്ലാ സാഹചര്യമായിരുന്നു അടുത്ത മൊമെൻറ്റിൽ ഉണ്ടായിരുന്നത്. സലീഖാൻ്റെ മിസ് കോള്, വാട്സപ്പ്, വീഡിയോ കോള്, പ്രപ്പോസല് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് കൊള്ളക്കാരുടെയും കള്ളന്മാരുടെ ഇടയിൽ ജയിലറയിൽ. എന്നിട്ട് സൂഫിയായിട്ടല്ലേ യൂസുഫ് സിദ്ദീഖ് അലൈഹിസ്സലാത്തു വസ്സലാം വന്നത്? സാഹചര്യം ഏതെങ്കിലും നല്ല ഉണ്ടായിരുന്നോ? അള്ളാഹിനെ പേടിക്കുന്നവർക്ക് സാഹചര്യം നല്ല ആട്ടെ മോശമാവട്ടെ, അൽ ഖൗഫു മിനല്ലാഹിൽ ജലീൽ ഉണ്ടെങ്കിൽ ഏത് നാട്ടിലും നാട്ടിൻ പുറത്തും ഏത് ഗ്രാമത്തിലും ഗ്രാമാരവത്തിലും പങ്കെടുത്താലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈമാൻ ഉണ്ടാകും. അതാണ് വേണ്ടത്. അത് നേടിയെടുക്കാനാണ് റമദാൻ അള്ളാഹു നൽകിയത്. ഇതാണ് ഇതിൻ്റെ ലക്ഷ്യം. ലക്ഷ്യം അറിഞ്ഞ് പണിയെടുത്തിട്ടില്ലെങ്കിൽ പണി പാളിപ്പോവും. വെറുതെ കുറേ നോമ്പ് വെക്കുക എന്നുള്ളതല്ല ഇതിൻ്റെ കാര്യം. അതുകൊണ്ടാണ് ബുഖാരി തന്നെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ചിലർക്ക് വിശപ്പും ദാഹം മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ നോമ്പിൽ. ആ നോമ്പ് അള്ളാഹുവിന് ആവശ്യമില്ലെന്ന് പറയാനുള്ള കാരണം ദാഹം സഹിച്ചു എന്ന് വിചാരിച്ചിട്ട് ഒരാൾ സ്വർഗത്തിലൊന്നും പോവില്ല. വിശന്നു പട്ടിണിയായി എന്നതുകൊണ്ട് ഒരാൾ സ്വർഗത്തിൽ പോവോ? അങ്ങനെയാണെങ്കിൽ ആഫ്രിക്കയിലെ സൊമാലിയക്കാരെല്ലാം സ്വർഗത്തിലായിരിക്കും. ഒരു ഫുൾ പട്ടിണി കിടന്ന് മരിക്കല പണി. അതൊന്നും അല്ലല്ലോ റമദാൻ്റെ ലക്ഷ്യം. ഒരാൾ നോമ്പെടുത്തു, അയാൾക്ക് നോമ്പാണെന്ന് ഓർമ്മയില്ല, 2 ബിരിയാണി പ്ലേറ്റ് ഫുൾ മാട്ടി, ഒരു 7up അടിച്ച്, ലാസ്റ്റ് ഒരു പുഡിങ്ങും. അയ്യടെ നോമ്പല്ലേ എന്ന് പിന്നെ മനസ്സിലാകും. അയാളെ നോമ്പ് സ്വീകരിക്കൂലേ? സ്വീകരിക്കും. അയാൾക്ക് വിശപ്പുണ്ടോ? ദാഹമുണ്ടോ? ഉണ്ടോ? അപ്പം അടിസ്ഥാന ലക്ഷ്യം മറന്നിട്ടാണ് നമ്മൾ പലരും പണിയെടുത്തോണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് മുത്തഖിയുടെ നോമ്പനുഷ്ഠിക്കുക? ഇനി അടുത്തത് അതും കൂടി പറഞ്ഞാൽ നമ്മളെ വിഷയം പൂർത്തിയാവും. ഈ പറഞ്ഞ പോലെ മുത്തഖിയാവാൻ എങ്ങനെ നോമ്പനുഷ്ഠിക്കണം?
നോമ്പുകാർ 3 വിധത്തിലാണ്. ഒന്നാമത്തെ ആൾക്കാർ വെറും വിശപ്പും ദാഹം മാത്രമേ ഉള്ളൂ. അവർക്ക് വേറെ ഇബാദത്തുകളൊന്നുമില്ല, ഹറാമുകൾ അവർ ഒഴിവാക്കുന്നില്ല. ആ നോമ്പുകാരുടെ നോമ്പ് അല്ലാഹുവിന് ആവശ്യമില്ല. ആ നോമ്പിനെ ചില അയിമ്മത്ത് കിതാബിൽ എണ്ണുന്നു തന്നെ ഇല്ല. രണ്ടാമത്തെ നോമ്പാണ് ഏറ്റവും മിനിമം ക്വാളിറ്റിയുള്ള നോമ്പ്. ആ നോമ്പെങ്കിലും നമ്മുടെ ജീവിതത്തിലുള്ള നോമ്പാവണം. മൂന്നാമത്തെ പിന്നെ നമുക്ക് ആവില്ല എന്ന് വിചാരിക്കാം. മൂന്നാമത്തെ VIP-ക്കാരായ ഔലിയാക്കളെ നോമ്പാ. അവരുടെ ലോകം നമുക്കറിയില്ല. ആ നോമ്പ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് അല്ലാത്ത എന്തെങ്കിലും ഒരു ചിന്ത അവരുടെ തലയിൽ നോമ്പ് കാലത്തെ പകലിൽ വന്നാൽ ഓരോ നോമ്പ് കുറിയും. എന്തായാലും നമുക്കാവില്ലല്ലോ. ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹുവിൻ്റെ റമദാൻ എന്ന് പറഞ്ഞാൽ തഹ്ദീബുൽ അസ്റാർ എന്ന ഗ്രന്ഥത്തിൽ കാണാം 30 ദിവസത്തിൽ 1 സെക്കൻഡും ഉറങ്ങാത്ത റമദാനായിരുന്നു എന്നാ. രാത്രി ഉറങ്ങൂല, പകലും ഉറങ്ങൂല. അത് നമുക്കാവോ? ഇല്ല. മഹാന്മാരുടെ ലോകം എന്ന് പറഞ്ഞാൽ വേറെ ലെവലാ. ഒരു മഹാൻ അള്ളാഹിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, റബ്ബേ ഖുർആനിലൊക്കെ വലിയ സൂറത്തൊക്കെ ഇറക്കിക്കൂടെ? ആകെയുള്ളത് അൽബക്കർ, ആലി ഇമ്രാൻ, അതൊക്കെ വേഗം ഓതിത്തീരുന്നതെന്ന്. നമുക്കാവോ? ഇല്ല. വേറൊരു മഹാൻ അസ്രായിൽ അലൈഹിസ്സലാം വന്നപ്പം പറയുന്നുണ്ട്, എന്താ അസ്രായിലെ ഇത്ര കാലം എന്നെ കാത്തുക്കണത്? 40 കൊല്ലം ഞാൻ ഒരുങ്ങി കാത്തുക്കണം, വേഗം പിടിച്ചു പോട്. ഇങ്ങനെയുണ്ട്. ഇതെന്തിനാ പറയണമെന്നറിയോ? മഹാന്മാരുടെ ചരിത്രം പഠിച്ചാൽ നമ്മൾ വട്ടപൂജ എന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡി ഓഫ് ഹിസ്റ്ററി? എന്തിനാ ചരിത്രം പഠിക്കണത്? നവവി ഇമാം പറയുന്നു, നമ്മൾ ഒന്നുമല്ല എന്ന് മനസ്സിലാവാനാണ്. ഉദാഹരണം പറയാം. 30 ദിവസം തറാവി കിട്ടി. അപ്പോൾ നമ്മൾ 30ാമത്തെ ദിവസം തറാവി കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ചിന്തിക്കാൻ, 30 ദിവസം തറാവി, യാ റബ്ബേ 30 × 20 600 റക്കത്തുള്ളൂ. എൻ്റെ നന്മൻ്റെ തട്ടിൽ വെച്ചാൽ നന്മൻ്റെ തട്ടന്നെ പൊട്ടിപ്പോകുന്നൊരു സാധ്യത ഉണ്ട്. ഇങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ വെറുതെ മറച്ചു നോക്കുന്നത്. അപ്പോൾ ഡെയിലി റമദാൻ അല്ലാത്ത കാലത്ത് തന്നെ കഹ്മസ് ബിൻ ഹസനു തൈമി തങ്ങൾ 1000 റക്അത്ത് സുന്നത്തിസ്കരിക്കാറുണ്ട്. അപ്പോൾ തിരിയും, വി ആർ ബിഗ് സീറോ ആണ്, ഐ ആം നത്തിങ് എന്ന് തിരിയും. ഇതിനാണ് ചരിത്രം പഠിക്കണത്. അതിനാണ് മഹാന്മാരുടെ ആണ്ട് നടത്തുന്നത്. കിബറില്ലാതിരിക്കണമെങ്കിൽ മഹാന്മാരുടെ ആണ്ട് നടത്തണം. എന്തിന്? നമ്മളൊന്നും അല്ല എന്ന് മനസ്സിലാവും. ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്, ഇനിയും ഞാൻ കുറേ സഞ്ചരിക്കാനുണ്ട് എന്ന് മനസ്സിലാവും എന്ന് ഇമാം ഷാത്തിബി റഹ്മഹുല്ലയുടെ കിതാബുൽ ഇഅ്തിസാമിൽ കാണാം. അപ്പോൾ ഏതായാലും VIP-ക്കാരുടെ നോമ്പ് നമുക്ക് ഏതായാലും ആവില്ല. പിന്നെ ഏത് നോമ്പാണ് ആവേണ്ടത്? മിനിമം ക്വാളിറ്റി ഉള്ള നോമ്പാവണം. ഏറ്റവും ചെറിയ ക്വാളിറ്റി ഉള്ളൊരു നോമ്പ്. അതിന് 6 കാര്യങ്ങളാണ് നോമ്പിൽ മേളിക്കേണ്ടതെന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു. മഹാന്മാരുടെ പേരിൽ തർലിയത്ത് ചൊല്ലൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അടയാളമെന്ന സയ്യിദുന അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് ഉള്ള പ്രധാനപ്പെട്ട 2 അടയാളമാണ്. ഒന്ന് മഹാന്മാരെ പേരിൽ റളിയല്ലാഹു അൻഹു ചൊല്ലലും, മറ്റൊന്ന് സ്വലാത്ത് അധികരിപ്പിക്കലും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എങ്കിൽ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു സ്വർഗത്തിൻ്റെ വാതിൽ നിന്നുകൊണ്ട് വഹുവ മിൻ ബാബിൽ ജന്ന യശ്ഫഉ ലി അഹ്ലി സുന്ന, അവരെ ശഫാഅത്ത് ചെയ്ത് സ്വർഗത്തിലെത്തിക്കും. അള്ളാഹു ആ ഗണത്തിൽ നമ്മെ അഹ്ലുകാരെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഏതാണ് മിനിമം ക്വാളിറ്റിയുള്ള നോമ്പുകാരുടെ 6 അടയാളങ്ങൾ? 1, ഹിഫ്ലുൽ ഐൻ, കണ്ണിനെ സംരക്ഷിക്കണം. നോമ്പ് കാലത്ത് പ്രത്യേകിച്ചും ഒരു ഹറാമും കാണാതിരിക്കണം. അപ്പോൾ റമദാൻ അല്ലാത്ത കാലത്ത് കാണാതിരിക്കണ്ടേ? ഹറാം വേണം. പിന്നെ എന്തിനാ ഫിഖീൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, നോമ്പ് കാലത്ത് നിങ്ങൾ ഹറാമ് കാണരുത്, ഹറാമ് കേൾക്കരുത്. അപ്പോൾ റമദാൻ അല്ലാത്ത കാലത്തോ കാണരുത്. പിന്നെന്താ അങ്ങനെ പറഞ്ഞത്? റമദാനിനെ ബഹുമാനിച്ചിട്ട് ഒരാൾ ഹറാമ് കാണാതിരുന്നാൽ, ഹറാമ് കേൾക്കാതിരുന്നാൽ റമദാനെ ബഹുമാനിച്ചു എന്നുള്ള സുന്നത്തിൻ്റെ കൂലിയും കിട്ടും. ഓൾറെഡി ഹറാം ഒഴിവാക്കൽ നിർബന്ധമാണല്ലോ, ആ നിർബന്ധത്തിൻ്റെ കൂലി എക്സ്ട്രാ കിട്ടുന്ന. അതാണ് ആ പറയുന്നതിൻ്റെ താല്പര്യം. കണ്ണിനെ സംരക്ഷിക്കണം.
തെരുവുകളിൽ നിന്നിങ്ങനെ ഹറാമ് കാണുക, എന്നിട്ട് പട്ടിണി കിടക്കുക. ഒരു കാര്യം ആ റമദാൻ കൊണ്ട് നമുക്ക് കിട്ടൂല. പട്ടിണി ബാക്കി എന്നല്ലാതെ വേറെ ഒരു കാര്യം അതുകൊണ്ട് കിട്ടൂല. നമ്മുടെ കണ്ണെന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എത്തിച്ചേരാൻ തന്ന അവയവ. ഹറാമ് കണ്ടാൽ ഇരുട്ടിൽ നിന്ന് കൂരാകൂരി ഇരുട്ടിലേക്ക് എത്തൽ നിന്ന് ഇമാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഗ്രന്ഥത്തിൽ കാണാം. മൻ മല ഐനൈഹി മിനൽ ഹറാമി മല അല്ലാഹു ഐനൈഹി മിനൻ നാർ. കണ്ണിൽ ഹറാമ് നിറച്ചാൽ കണ്ണിൽ തീ കണ്ട് നിറക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ കണ്ണുകൊണ്ട് ഒരു ഹറാമും കാണാൻ പാടില്ല. പ്രത്യേകിച്ച് റമദാനിൽ തെറ്റ് ചെയ്താൽ സാധാരണ തെറ്റ് ചെയ്യുന്ന പോലെ അല്ല. റമദാനിൽ തെറ്റ് ചെയ്താൽ തെറ്റിന് ശിക്ഷ അധിക, കൂലി കൂടുതൽ കിട്ടുന്ന സ്ഥലങ്ങളിലും സമയങ്ങളിലും തെറ്റ് ചെയ്താൽ കൂടുതൽ കുറ്റം ഉണ്ടാവും. മക്കത്തുനിന്ന് തെറ്റ് ചെയ്യുന്നതും മുക്കത്തുനിന്ന് തെറ്റ് ചെയ്യുന്നതും ഒരുപോലെ അല്ലല്ലോ. വെള്ളിയാഴ്ച ഒരു ഹറാം ചെയ്താൽ 10 ഹറാം ചെയ്ത കുറ്റ. റമദാനിൽ ചെയ്താൽ ചില അയിമ്മത്ത് രേഖപ്പെടുത്തിയില്ലേ, അഹബത്ത് അല്ലാഹു അമല സനത്തിൻ, ഒരു കൊല്ലത്തെ അമലങ്ങ് പൊളിഞ്ഞു പോകുന്ന. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. വേണ്ടാത്ത പണിക്ക് നിൽക്കരുത്. പണി പാളും, പണി കിട്ടും റമദാനിൽ തെറ്റ് ചെയ്താൽ. അപ്പോൾ നമ്മുടെ കണ്ണ് അള്ളാഹു നമുക്ക് നൽകിയത് നല്ലത് കാണാനാണ്, നന്മയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയാണ്. അത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം. രണ്ടാമത്തത് ഗസാലി ഇമാം റഹിമഹുല്ലാഹ് പറയാണ്, ഹിഫ്ളുൽ ഉദ്നി, ചെവിയെ സംരക്ഷിക്കണം. അൽ മുഖ്താബ് വൽ മുസ്തമിയു ശരീക്കാനി ഫിൽ ഇസ്മി. ഗീബത്ത് പറയുന്നവനും കേൾക്കുന്നവനും ഗീബത്തിൻ്റെ കുറ്റത്തിൽ രണ്ടാളും തുല്യരാണ്. അനാവശ്യം കേൾക്കരുത്. ഷഅബി ഇമാമിനെ പോലുള്ള മഹാന്മാർ, ഷിഹാബുദ്ദീൻ സുഹ്രി തങ്ങളെ പോലുള്ള മഹാന്മാരൊക്കെ ടൗണിൽ ഇറങ്ങുമ്പോൾ പരുത്തി കഷ്ണോ തുണിക്കഷ്ണമൊക്കെ ചെവീൻ്റെ ഉള്ളിൽ കുത്തിക്കയറ്റിയിട്ടാണ് പോവുക. എന്തിന്? ഹറാമ് കേൾക്കണ്ടെന്ന് പേടിച്ചിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ ചില ആൾക്കാർ ഹെഡ്സെറ്റ് ബ്ലൂടൂത്ത് കുത്തിയിട്ട് പോകുന്നത്. എന്തിന്? ഒരു ഹറാം ഒഴിവാക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. നിസ്ബ തലാദ്, ഏതെങ്കിലും ഒരു ഹറാം മിസ്സായി പോയാലോ, ചാൻസ് അല്ലേ പോണത്. എന്തിനാ ഈ ചങ്ങായിമാർ നോമ്പ് വെക്കണത്? എന്തിനാ ഈ നോമ്പ് വെക്കണത്? അള്ള പറഞ്ഞിട്ട് തന്നെയാണ് നോക്കണത്. അതാ പിന്നെ അള്ള മറ്റേത് പറഞ്ഞിട്ടില്ലേ. മൂന്നാമത്തത് ഹിഫ്ളുൽ ലിസാൻ, നാവിനെ സംരക്ഷിക്കണം മോനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് 2 സ്ത്രീകൾ, നമ്മൾ നേരത്തെ കേട്ട ചരിത്രമാണ്, അവർക്ക് വിശപ്പ് സഹിക്കാൻ പറ്റാതായി. നോമ്പ് മുറിച്ചോട്ടെ നബിയെ, ഫത്വയുടെ അന്വേഷണം വന്നു. 2 പേരിലേക്കും 2 പാത്രങ്ങൾ കൊടുത്തയച്ചു. ഛർദ്ദിക്കാൻ പറഞ്ഞപ്പോൾ മാംസക്കട്ടയും രക്തവുമാണ് അവർ ഛർദ്ദിക്കുന്നത്. എന്താ കാരണം? നോമ്പ് തുടങ്ങിയത് ഹലാലായ ഭക്ഷണം കഴിച്ച്, നോമ്പ് അവസാനിപ്പിച്ചത് ഹറാമാണ്, ഗീബത്ത് പറഞ്ഞിട്ടാണ്. ജീവിതത്തിൽ ഗീബത്ത് പറയുന്നയാൾ വേഗം ഫാസിക്കായി പോകും. ഗീബത്ത് പറയുന്നയാളുടെ ചുണ്ടിലേക്ക് ഇബ്ലീസ് തേനൊഴിച്ചു കൊടുക്കുന്നതാണ്. അവൻ പറച്ചിൽ അവസാനിപ്പിക്കൂലെന്ന് ചുരുക്കം. മുഅ്മിനീങ്ങളെ, നമ്മുടെ അമൽ എന്തിനാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്? ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ചോദിക്കുന്നത് കാണാം, മോനെ, നിനക്ക് ഏറ്റവും ദേഷ്യമുള്ളയാളെയല്ലേ നീ ഗീബത്ത് പറയുന്നത്? ദേഷ്യമുള്ള ആൾക്കാണോടോ നിന്റെ നിസ്കാരം നോമ്പൊക്കെ കൊടുക്കുന്നത്? ഒരു ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലാവും. അപ്പോൾ നമ്മളിപ്പോൾ നോമ്പനുഷ്ഠിച്ച് പള്ളിയിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ ഒരു തീവ്രവാദിയായ ഏതോ ഒരുത്തൻ നമ്മളെ കഴുത്തിന് ഗണ്ണ് വെച്ചിട്ട്, തോക്ക് വെച്ചിട്ട് പറഞ്ഞു, നോമ്പിപ്പം മുറിച്ചോളണം, ഇല്ലെങ്കിൽ ഇനി ഇപ്പം കൊല്ലുമെന്ന് പറഞ്ഞു. മുൾമുനയിലുള്ള അങ്ങനെ ഒരു ബോട്ടിൽ വെള്ളം എടുത്തിട്ട് പിടിച്ച് മുറിപ്പിച്ചു. എന്നാൽ നമ്മളെ നോമ്പ് മുറിയോ ഇല്ലയോ? ബാബുൽ ഇക്റാഹിൻ്റെ 3 മസല ഉണ്ടെങ്കിൽ നോമ്പ് മുറിയൂല. തോഫ 8 എന്ന് പറഞ്ഞാൽ എന്തെല്ലാണ്? 1,
ഇപ്പം കൊല്ലൂന്നാണ് പറഞ്ഞത്, നാളെ കൊല്ലൂന്നല്ല, ഇപ്പം കൊല്ലൂന്ന്. ഒന്ന് അങ്ങനെ പറഞ്ഞു. രണ്ടാമത്തെ അയാൾക്ക് കൊല്ലാൻ കഴിവുണ്ട്. മൂന്നാമത്തെ തടയാൻ നമുക്ക് കഴിവില്ല. എന്നാൽ നമ്മുടെ നോമ്പ് മുറിയൂല ഈ 3 ഷർത്തും ഉണ്ടെങ്കിൽ. അല്ലാതെ ഇക്റാഹ് കൊണ്ടല്ല നമ്മൾ നോമ്പ് മുറിച്ചത്. ബോട്ടിൽ വെള്ളം കണ്ടു, പച്ചവെള്ളം ജ്യൂസായിട്ട് അങ്ങ് മുറിക്കാം, മുറിന്. അത് ഇക്റാഹ് കൊണ്ടല്ലല്ലോ മുറിക്കണത്. അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് തോക്ക് കാണിച്ചിട്ടാണ് പറയുന്നത് ഇപ്പം കൊല്ലുന്നു, അത് വെറുതെ അല്ലേ. എന്നാൽ നേരത്തെ പറഞ്ഞ 3 ഷർത്തും ഉണ്ടെങ്കിൽ നോമ്പ് മുറിപ്പിച്ചാൽ മുറിയൂല എന്നർത്ഥം. വേറെന്തോ ഷിർക്കിൻ്റെ വാക്ക് വിളിച്ചു പറയാൻ പറഞ്ഞു. ഇപ്പോൾ കൊല്ലുമെന്ന് പറഞ്ഞു ഒരു കത്തി വെച്ചിട്ട്. ഈ 3 ഷർത്തും ഉണ്ട് കേട്ടോ. ഇല്ല മൻ ഉക്രിഹ വ ഖൽബുഹു മുത്മഇന്നുൻ ബിൽ ഈമാൻ. ഉള്ളിൽ ഈമാൻ ഉറച്ചുകൊണ്ട് ഇയാൾ പറയാൻ പറഞ്ഞ വാക്ക് പറഞ്ഞു, എന്നാൽ അയാൾ ഈമാൻ പുറത്തു പോവോ? ഇല്ല. അതാണ് ഇക്റാഹിൻ്റെ മസല, നിർബന്ധിച്ചുള്ള മസല. ഇസ്ലാം ഒരിക്കലും കുടുങ്ങൂല. മുസ്ലിങ്ങൾ ഒരിക്കലും കുടുങ്ങണ ഒരു ലോകം ഖിയാമത്ത് നാൾ വരെ വരൂല. അതാണ് ഇസ്ലാം. ചില ഉമ്മത്തി ഇരവാദം മുഴക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇവിടെ മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം എല്ലാത്തിനും കൃത്യമായിട്ട് മസലുണ്ട് ഇസ്ലാമിൽ. ഭീതിയിൽ നിർത്തിയിട്ട് അവരുടെ സംഘടന അവർ വളർത്തുന്നു എന്നത് മാത്രം. ഞാനിപ്പോൾ ആ ലോകത്തേക്ക് പോവുകയല്ല. അതേസമയം ഒരാണിനെയും പെണ്ണിനെ റൂമിൽ നിർത്തിച്ചിട്ട് ഗൺ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞ് രണ്ടാളും കൂടി വ്യഭിചരിച്ചിട്ടില്ലെങ്കിൽ ഇപ്പം കൊല്ലുമെന്ന്. അങ്ങനെ വ്യഭിചരിക്കാൻ പറ്റുമോ? അത് പറ്റൂല. അതെന്തേ? അതത്രയും വൃത്തികെട്ട തെറ്റാണ് ഈ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ. ആ വ്യഭിചാരത്തെക്കാൾ വലിയ തെറ്റ് എന്ന് പരിചയപ്പെടുത്തിയ തെറ്റാണ് അൽ ഗീബത്തു അശദ്ദു മിനസ് സിനാ. ഗീബത്ത് സിനയേക്കാൾ മോശമായ ഒരു കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കേ, ഈ പള്ളീൻ്റെ പുറത്തൂടെ ഒരാൾ പോകും. ഞാൻ ഇവിടുത്തെ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് അയാൾ കള്ളുകുടിയാനാണെന്ന് പറഞ്ഞു. എന്നാൽ ഞാനും ഉസ്താദും കൂടി കാബൻ്റെ കില്ല 60 കൊല്ലം പിടിച്ചിട്ട് ദ്വാരത്തിട്ടും കാര്യമില്ല, അയാളെ കണ്ട് പൊരുത്തപ്പെടിക്കണം. അപ്പോൾ നിങ്ങളുടെ ഒരു മുഖദ്ദറായ സ്വാല്, കള്ളുകുടിയനെ പിന്നെ കട്ടൻ ചായ കുടിയെന്നാണോ പറയേണ്ടത്? അടിപൊളി ചോദ്യം, ഗൂഗിളിലെല്ലാം കൊടുക്കുക വേണമെങ്കിൽ. ആ കള്ളുകുടിയെന്ന് അയാളെ പറഞ്ഞത് അയാളെ നിന്ദിക്കാൻ വേണ്ടി പറഞ്ഞതാ. 60 കൊല്ലം കാബയിൽ കുത്തിയിരുന്നിട്ടും കാര്യമില്ല, അയാളെ കണ്ട് പൊരുത്തപ്പെടിക്കണം. ഇതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ചില ആൾക്ക് ഇതൊന്നും പറയാണ്ടെന്നാൽ ഒരു റാഹത്താവില്ല. റമദാനിൽ എങ്ങനെ അവർ പറയലെന്ന് പറഞ്ഞാൽ അധികം പറയുന്നില്ല. റമദാനല്ലേ പറയുന്നുണ്ട്, ഉസ്താദെ മൂപ്പരെ കുറിച്ച് കുറേ പറയാണ്ട് ആയി. ബ്രീഫ്ലി എക്സ്പ്ലനേഷൻ, വാർത്ത ചുരുക്കത്തിൽ. എങ്ങനെയുണ്ട്? ഒരാളുടെ നന്മ 50-50 വിചാരിച്ചു. അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ട്, അയാൾ സ്വർഗത്തേക്ക് പോകും. ഈ 50-50 ആയാൽ 50-50 നന്മ ഉള്ള ഒരാൾ ഇയാൾ ജീവിതത്തിൽ ഒരാളെ ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്. ഇടയിലൊരു കാര്യം പറയാം, നമുക്ക് പൊതുവേ ഒരു തോന്നൽ തോന്നും. എന്തെന്നറിയാം? നമ്മൾ ഇങ്ങോട്ടും ആരല്ലോ ഗീബത്ത് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അത് ഇങ്ങോട്ട് കുറേ കിട്ടുമ്പോൾ അക്കൗണ്ടൻസി പഠിച്ച പ്രകാരം ടാലി ആവുമല്ല. ബികോം പഠിച്ചതിന് മുതലായി. അതിന് മഹാന്മാർ പറയണത്, നിന്നെ ഇങ്ങോട്ട് ഗീബത്ത് പറഞ്ഞതിൻ്റെ കൂലി ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ നീ ആരെയും അങ്ങോട്ട് ഗീബത്ത് പറയാത്ത ആളാവണമെന്ന് തീരുമാനമായില്ലേ? മിനിറ്റ്സിലൊപ്പിട്ട് പോവാം. അത് നമുക്ക് കിട്ടാനില്ല എന്നർത്ഥം. ഈ 50-50 നന്മ തിന്മ ഉള്ള ഒരാൾ അയാൾ ഗീബത്ത് ഒരാളെ പറഞ്ഞിട്ടുണ്ട്, അയാൾ അപ്പുറത്തുണ്ടേ. ഇയാളുടെ ഒരു നന്മ പോകുമ്പോൾ 49 നന്മ, ഈ തിന്മ വരലോടുകൂടി 51. നന്മ തിന്മ തൂക്കലും മലക്കുകളാണ്. അവർ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ആ പരിപാടിയൊന്നുമില്ല. ഒരു കറക്റ്റ് നോക്കൂ. ലാസ്റ്റ് പുക പരിശോധിച്ച പേപ്പറൊക്കെ ഉണ്ടാ നോക്കൂ, എങ്ങനെ കൊന്ന് പിടിക്കും. കറക്റ്റ് നോക്കും എന്ന് പറഞ്ഞാൽ നോക്കും. മലക്കുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 3:35 ഈ പള്ളിയിൽ വന്ന ഒരു പ്രായമുള്ള ആൾ, വയസ്സ് 86, മൂപ്പർക്ക്
3:35 എന്താ പറയുക, സുബി വാങ്ങിൻ്റെ ഒരു 1.5 മണിക്കൂർ മുമ്പ് ഇവിടെ എത്തിന്. 8 റക്അത്ത് യാസീൻ ഓതിയിട്ട് നിസ്കരിച്ച്. ഓരോ റക്അത്തിൽ യാസീന്, തഹജ്ജുദ്, സുബീൻ്റെ സുന്നത്തും സുബീൻ നിസ്കരിച്ചിട്ട് പോയി. അന്നേരം മൂപ്പര് കാണുന്നത് ഔറത്തിൻ്റെ ഭാഗത്ത് തുണീൻ്റെ അവിടെ ഒരു വലിയ ദ്വാരമുണ്ട്, കണ്ടിട്ടില്ല. നിസ്കാരം സ്വീകരിക്കോ? 3:35 8 റക്അത്ത് യാസീൻ. അയ്യേ, മലക്കളോട് അല്ല എന്താ പറഞ്ഞു? അതല്ലാണ്ട് ഒരു ചെയ്യൂല. ലാ യഅ്സൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അവരങ്ങനെ ചെയ്യുള്ളൂ. അപ്പോൾ ഈ നന്മ തിന്മ തൂക്കൽ മലക്കളാ, കറക്റ്റ് തൂക്കി വെക്കും. അപ്പോഴാണ് ഇയാൾ ഗീബത്ത് പറഞ്ഞതിൻ്റെ ഒരു തെറ്റ് വരുന്നത്. അപ്പം നന്മ 49ആയി, തിന്മ 51. ഈ നന്മ ആ കള്ളുകുടിയന് പോയി. കള്ളുകുടിയനെ അങ്ങ് കുടിച്ച് ഫാസിക്കായ മനുഷ്യനാ. അച്ചങ്ങായിക്ക് നമ്മൾ ഈ നന്മ കിട്ടിയിട്ട് ഒരു കാര്യമില്ല. ഇയാളെ നന്മ അങ്ങോട്ടേക്ക് പോലോടുകൂടി ഇയാൾക്ക് സ്വർഗം നഷ്ടപ്പെടും. ഈ നന്മ അയാൾക്ക് കിട്ടിയാൽ അയാൾക്ക് സ്വർഗം കിട്ടുകയും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ നരകത്തുനിന്ന് രക്ഷപ്പെടില്ല. അയാൾക്ക് സ്വർഗം കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ, നീതി ഇല്ലാണ്ട് കോടതി വിരിയൂല. ഈ നന്മ അങ്ങോട്ടേക്ക് പോകും. നിങ്ങൾ ആലോചിച്ച് നോക്കി ഇതിൻ്റെ ഒരു ഗൗരവം. ശരിക്കും പൊട്ടത്തരല്ലേ നമ്മൾ ചെയ്യും. നമുക്ക് ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ അയാൾക്ക് 2000 നോട്ട്, പിന്നെ ഒരു 3 കൊല്ലത്തെ നോമ്പ്, ഒരു ഹജ്ജ്, ഇത് കൊടുക്കല. എന്ത് പൊട്ട! അതുകൊണ്ടല്ലേ ഇബ്നു മുബാറക് റളിയല്ലാഹു പറഞ്ഞേ, എനിക്ക് ഗീബത്ത് പറയാൻ മുട്ടുന്നുണ്ടെങ്കിൽ, എനിക്ക് മുട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ഉപ്പാനി ഉമ്മാനി പറഞ്ഞോ, എന്നാൽ അങ്ങോട്ടേക്കല്ലേ പോവുള്ളൂ. അതാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മഗ്തബത്തു അഹദൻ മുൻദു അലിംതു അന്നൽ ഗീബത ഹറാം. ഗീബത്ത് ഹറാമാണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരാളെയും ഗീബത്ത് പറഞ്ഞിട്ടില്ല. സയ്യിദുന ഇമാമുന അൽ ബുഖാരി റളിയല്ലാഹു അൻഹു. അതാ വേണ്ടത്. അതാണ് ആരെങ്കിലും ഗീബത്ത് പറയേണ്ട ഒരു ചാൻസ്, അല്ലെങ്കിൽ എതിർക്കേണ്ട ഒരു ചാൻസ്, ചീത്ത പറഞ്ഞാൽ ഫഖാൽ, നീ മനസ്സിൽ പറയണം, ഇന്നി സ്വാഇമുൻ, ഞാൻ നോമ്പുകാരനല്ലേ, ഞാൻ സാധാ പോലെ വർത്താനം പറയേണ്ട മാസമാണോ എന്ന് പറയണം. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മൂന്നാമത്തത്, നാവിനെ സംരക്ഷിക്കണം. ക്വാളിറ്റിയുള്ള നോമ്പാവാൻ വേണ്ടി നാലാമത് ചെയ്യേണ്ടത് ഹിഫ്ളു ബഖിയത്തിൽ ജവാരിഹ്. ബാക്കി എല്ലാ അവയവങ്ങൾ, നേരത്തെ പറഞ്ഞ 3 അവയവങ്ങൾക്ക് പുറമേയുള്ള അവയവങ്ങളെ തെറ്റിൽ നിന്ന് സംരക്ഷിച്ച് നിർത്തണം. അവയവങ്ങൾ സംരക്ഷിക്കാതെ നോമ്പോറ്റിട്ട് ഒരു കാര്യമില്ലാതാ. പ്രത്യേകിച്ച് ശുബ്ഹത്തായ ഫുഡ് കൊണ്ട് നോമ്പ് ഓർക്കരുത്. മൂത്രം കൊണ്ട് പാത്രം കഴുകലായിപ്പോവും. എവിടെ എല്ലാ ഇഫ്താറിനും പങ്കെടുക്കാനൊന്നും പറ്റില്ല. അത് ആരാണ് സംഘടിപ്പിക്കണത്? എന്താണ് അതിൻ്റെ കാര്യം? നോമ്പാണ്. വെറുതെ ഒരു നോമ്പോറ ഹറാമായ ഫുഡ് കൊണ്ടെങ്ങാനും നോമ്പ് മുറിച്ചാൽ, നോമ്പ് തുറന്നാൽ പോയില്ലേ, എല്ലാം പോയില്ലേ. അവയവങ്ങൾ സംരക്ഷിക്കണം. അവയവങ്ങൾ സംരക്ഷിക്കുന്നത് ആഫിയത്ത് കിട്ടാനുള്ള വഴിയാത്ര എന്ന് ഉൻസുൽ മുഹാലറ എന്ന ഗ്രന്ഥത്തിൽ കാണാം. അവിടെ അതിനൊരു ചരിത്രം എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. ഖാലി അബൂ ത്വയ്യിബ് റളിയല്ലാഹു അൻഹു, ഷാഫി ഫിഖിലെ പ്രമുഖനായ പണ്ഡിതൻ, അള്ളാഹു അവരെ ബർക്കത്തുകൊണ്ട് നമ്മളെ മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. നിങ്ങൾക്ക് ആമീൻ പറയാൻ തൗഫീക്കും ചെയ്യട്ടെ. അത് വേണമല്ലോ. ഖാലി അബൂ ത്വയ്യിബ് റളിയല്ലാഹു അൻഹു 100 വയസ്സായിട്ടും ഭയങ്കര ആരോഗ്യം. ഭയങ്കര ആരോഗ്യം എന്ന് പറഞ്ഞാൽ കപ്പലിൽ നിന്ന് കരയിലേക്ക് ചാടും മഹാൻ. സാധാരണ കപ്പൽ നങ്കൂരിട്ടാൽ തോണിയോ മറ്റ് സംവിധാനമോ ഉപയോഗിച്ചുകൊണ്ട് കരയിലേക്ക് വരത്തല്ലേ. ഇത് കരയിലേക്ക് മഹാനവറുകൾ 100ാമത്തെ വയസ്സിലും ചാടും. അൽബിദായത്തു അന്യായിൽ കാണാം ഫഉതിബ അലാ ദാലിക്. ഇതിൻ്റെ പേരിൽ ആൾക്കാർ ആക്ഷേപിച്ചു, കയ്യോ കാലോ ഒടിയേണ്ട ഉസ്താദെ, എന്താ ഇങ്ങനെ ചാടുന്നത്, ജമ്പിങ്. അതിന് മഹാൻ്റെ മറുപടി, പ്രായപൂർത്തിയായ കാലം മുതൽ ഞാൻ എൻ്റെ അവയവം കൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് എൻ്റെ അവയവത്തിന് നല്ല ശക്തിയാണ്. കണ്ടോ? റൗളയുടെ കുറച്ചപ്പുറത്ത് മറവിട്ട് കിടക്കുന്ന ഒരു മഹാനുണ്ട്. ചിത്രത്തിലൊന്നും ഉണ്ടാവില്ല,
പക്ഷെ ചരിത്രത്തിൻ്റെ ഭാഗമായ മഹാനാണ്. ഖാളി അബൂ ഷുജാ റളിയല്ലാഹു അൻഹു ആൻഡ് ഓൾസോ ഷാഫി ഫിഖിലെ പണ്ഡിതൻ തന്നെയാണ്. 160 വയസ്സ് വരെ ജീവിച്ചിട്ട് പല്ല് കൊഴിഞ്ഞു പോയില്ല, കണ്ണിന് കാഴ്ചക്ക് ഭംഗമില്ല, കേൾവിക്ക് പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. എങ്ങനെ ഈ ആഫിയത്ത് കിട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ മഹാൻ്റെ മറുപടി, പ്രായപൂർത്തിയായ കാലം മുതൽ ഞാൻ ഒരു തെറ്റും എൻ്റെ അവയവങ്ങൾ കൊണ്ട് ചെയ്തിട്ടില്ല. പറയാൻ പറ്റണ്ടേ നമുക്ക് ഇന്ന് മുതൽന്നെങ്കിലും, ഈ റമദാൻ മുതൽന്നെങ്കിലും. ഇതിങ്ങനെ റമദാൻ കഴിയൂ, 26 ലൈറ്റ് ഓഫ് ആക്കുക, ആമീൻ പറയും, ദ്വാരന്ന് അന്നത്തെ ദ്വാരെല്ലാം കണ്ടവയൊക്കെ മുസാഫിനെ എടുക്കണ്ടൊന്നു 2 ദിവസം ഉണ്ടാവും അതിൻ്റെ വോൾട്ടേജ്. അതുവരെ പതിവാക്കിയ ജമാഅത്ത് പെരുന്നാളിൻ്റെ അന്നത്തെ സുബി ഒക്കെ, പെരുന്നാളിൻ്റെ ജമാഅത്തും ഒക്കെ, പെരുന്നാളിൻ്റെ അന്നത്തെ ലുഹർ ഉറങ്ങിപ്പോയി, കണ്ടാ പോയി, അന്നത്തോടെ ഫുള്ള് പോയി. ഇനി അടുത്ത റമദാൻ ആവണം ജമാഅത്തിൻ്റെ ജാഗ്രത കിട്ടാൻ. ഇത് എത്ര കാലം ഈ ജീവിതം ഇങ്ങനെ പോവുക? എന്നെങ്കിലും ഒരു പുതിയ ലോകം പണിയണ്ടേ നമ്മൾ? ഞാൻ എൻ്റെ ഹബീബായ തങ്ങളെ കണ്ടതിന് ശേഷം ഒരു ഹറാമും കണ്ടിട്ടില്ല, അലി റളിയല്ലാഹു അൻഹു. ഞാൻ എൻ്റെ തങ്ങളെ കൈ തൊട്ടതിന് ശേഷം ഞാൻ എൻ്റെ കൈ കൊണ്ട് സ്വന്തം ഗുഹ്യസ്ഥാനം തന്നെ തൊട്ടിട്ടില്ല, സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. എത്ര മഹാന്മാരാ! 25 കൊല്ലം ഈ റൂമിൽ ജീവിച്ചിട്ട് ഞാൻ ഒരു കറാഹത്ത് വരെ ചെയ്തിട്ടില്ല, ഒരു ഹറാമും ചെയ്തിട്ടില്ല. സയ്യിദുനാ അബൂബക്കർ ബിൻ അയ്യാശ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഷർ മുസ്ലിമിൽ കാണാം. നമുക്ക് എന്തെങ്കിലും ഒരു ആത്മീയ ലോകം പണിയണ്ടേ? അതിനല്ലേ റമദാന്. അങ്ങനെ പോന്നാൽ മതിയാ. എന്തുണ്ട് വിശേഷം? അങ്ങനെ പോകുന്നു. എങ്ങനെ പോകുന്നു? അങ്ങനെ പോയാൽ പോരാ, നമുക്കൊരു മാറ്റം ഉണ്ടാണ്. മാറാൻ പറ്റുമോയെന്ന് വെച്ചാൽ ഏതൊരാൾക്കും മാറാൻ പറ്റും. ഈ ആനനെല്ലാം കാണുന്നുണ്ടല്ലോ, ആന കാട്ടാനേ ഉണ്ടാവുക, അതിനെ നാട്ടാന ആക്കൽ എന്ന് പറഞ്ഞാൽ അതിന് കുറേ പ്രോസസ്സ് ഉണ്ട്. അതിലൊരു പ്രോസസ്സ് വലിയ കുഴിയൊക്കെ എടുത്ത് അതിനെ തളച്ചിട്ട് കാലിന് ചെങ്ങലയിലിട്ട് പനയോലയിലിട്ട് കൊടുത്ത് കാല് വലിക്കുമ്പോൾ എല്ലാം പഴുക്കും, ചെങ്ങല മുറുകുന്നുണ്ട്. ഒരു 8-8.5 മാസം കഴിഞ്ഞാൽ കാലിന് കയറെല്ലാം കെട്ടിക്കൊടുത്ത് അതിൻ്റെ മേലെ കയറ്റും. ആ ഒരേറ്റ കുടയല്ലേ ഈ കയറുണ്ടാവുള്ളൂ, പക്ഷെ അത് കുടയൂല, കാരണം ഇപ്പോൾ എൻ്റെ കാലിന് ചെങ്ങലയാന്ന് പറഞ്ഞ വിചാരം. അങ്ങനെ മെരുക്കി ഈ തുമ്പിക്കൈൻ്റെ പകുതി പോലും ഇല്ലാത്ത പാപ്പാൻ എന്താണോ പറയണത് അത് ആന സ്വീകരിക്കും. കണ്ട, പുലി, സിംഹം, ഇതിനെല്ലാം മെരുക്കി കൂട്ടിലിട്ട് വളയത്തിൻ്റെ ഉള്ളിലൂടെ ജമ്പിങ്ങെല്ലാക്കി സർക്കസിലേക്ക് കൊണ്ടുവന്ന് സൈക്കിൾ ഓടിക്കുന്നു, സ്കൂട്ടർ ഓടിക്കുന്നു. കണ്ട, വാവാ സുരേഷ് പാമ്പിനെ കാണിക്കുന്നുണ്ട്. ആന നന്നായി, പാമ്പ് നന്നായി, സിംഹം നന്നായി, പുലി നന്നായി. ഇനി ആകെ ആരേ നന്നാവാനുള്ളൂ? ആര്? മനുഷ്യന്മാരല്ല, മനുഷ്യന്മാർ കുറേ ആൾ നന്നായി. മനുഷ്യന്മാർ കുറേ നന്നായിട്ടുണ്ട്, നമ്മളേ ഇനി നന്നാവാൻ ബാക്കിയുള്ളൂ. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂത്ത്. അതിനാണ് അള്ളാഹു റമദാൻ തന്നത്. വെറുതെ വിശപ്പ് സഹിച്ചു എന്ന് കൊണ്ടൊന്നും നന്നാവാൻ പോകുന്നില്ല. ഈ 4ാമത്തെ ക്വാളിറ്റിയിലേക്ക് നമ്മൾ എത്തണം. ഹിഫ്ലുൽ ജവാരിഹ്, അവയവങ്ങളെല്ലാം തെറ്റിൽ നിന്ന് സംരക്ഷിക്കണം. എങ്കിലാണ് റമദാനിൻ്റെ ലക്ഷ്യം പൂർത്തിയാവുന്നത്. ഈ അവയവങ്ങൾ മുഴുവനും അള്ളാഹിനോട് സാക്ഷി നിൽക്കും. അൽയൗമ നഖ്തിമു അലാ അഫ്വാഇഹിം. ഈ വായക്ക് സീല് വെക്കുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ വായക്ക് സീലൊന്നും വെക്കൂല. മഹ്ശറിൽ പോയ പാടന്നെ വായാഞ്ച സീൽ അങ്ങനെയൊന്നുമല്ല ഉണ്ടാവുക. പിന്നെ എങ്ങനെയാ? നാവ് കൊണ്ട് കളവ് പറയാൻ ശ്രമിക്കുമ്പോഴാണ് വായക്ക് സീല് വെക്കുക. ആദ്യമായിട്ട് മഹ്ശറിൽ സംസാരിക്കൽ വലതു ഭാഗത്തെ തുടയായിരിക്കും. കാല് സാക്ഷി വെക്കുമ്പോൾ കൈ സംസാരിക്കും, കൈ സാക്ഷി വെക്കുമ്പോൾ കാല്, അങ്ങനെ കണ്ണ്, കാത് എല്ലാം സാക്ഷി വെക്കും. ഈ അവയവങ്ങൾ മുഴുവൻ സാക്ഷി നിൽക്കും. ഇപ്പം മൊബൈലിൽ ക്ലിക്ക് ചെയ്യാൻ വിരലെല്ലാം അടിപൊളിയായിട്ട് നമ്മളുടെ ഒന്നിച്ച് തന്നെ വോട്ട് ചെയ്യുന്നുണ്ട്. ഇതേ വിരൽ നമുക്കെതിരായിട്ട് സാക്ഷി വെക്കുമെന്നർത്ഥം. ഇതേ വിരല്. തഫ്സീർ ഇബ്നു അജീബയിൽ കാണാം, ഒരാളുടെ നന്മ തിന്മ തൂക്കി, നന്മ കുറവ്, തിന്മ അധികം, ഫെയിൽഡ് മെസ്സേജ് വന്നു, ഇയാൾ നരകത്തിലേക്ക് പോകേണ്ട ഒരുക്കത്തിൽ. അപ്പോൾ അയാളുടെ കണ്ണിൻ്റെ ഒരു രോമം എണീറ്റ് നിന്നിട്ട് അള്ളാഹിനോട് പറഞ്ഞു, ഒരു കാര്യം, ഒരു റിക്വസ്റ്റ്. യെസ്, ഓക്കെ പറഞ്ഞോളി. പറയുന്നു, ഇയാൾ ജീവിതത്തിൽ ഒരു തവണ നിന്നെ ഓർത്ത് കരഞ്ഞിട്ടുണ്ട്, ആ കരയുമ്പോൾ കണ്ണീര് എൻ്റെ മുകളിലൂടെ അങ്ങോട്ട് പോയത് എന്ന് പറഞ്ഞ് ഈ രോമം നന്മൻ്റെ തട്ടിലേക്ക് പോയി വീണു. അതോടുകൂടി അയാൾ വിജയിച്ചു, രക്ഷപ്പെട്ടു. നമുക്കങ്ങനെ അവയവങ്ങൾ ഉണ്ടാവണ്ടേ കൂട്ടരെ? വേണ്ടേ?
വേണം. അതിനാണ് അള്ളാഹു റമദാൻ തന്നത്. അഞ്ചാമത്തതെന്താണ്? ഒരാളുടെ നോമ്പ് മിനിമം ക്വാളിറ്റി ഉള്ള നോമ്പാവാനുള്ള അഞ്ചാമത്തെ കാര്യം അല്ലാ യസ്തക്സിറ മിനത് ത്വആം, ഫുഡ് അധികം കഴിക്കരുത്. റമളാനിൻ്റെ ആത്മീയത പലർക്കും കിട്ടാത്തത് രണ്ട് കാര്യങ്ങൾ കുറക്കാത്തത് കൊണ്ടാണ്. ഒന്ന് ഉറക്കം, മറ്റൊന്ന് ഭക്ഷണം. നമ്മൾ ഏറ്റവും കൂടുതൽ പകൽ ഉറങ്ങുന്ന മാസം ഏതാ? എല്ലാങ്ങമാരെ ഇത് PSCൻ്റെ ക്വസ്റ്റ്യൻ ഒന്നല്ല, പറഞ്ഞോളി. റമളാൻ 5 മാർക്ക്. ഓക്കെ. ഏറ്റവും കൂടുതൽ രാത്രി ഉറങ്ങണ മാസം അല്ല, രാത്രി ഫുഡ് കഴിക്കണ മാസം റമളാൻ. 10 മാർക്ക്. ഇബ്ലീസിൻ്റെ കോളേജിൽ അഡ്മിഷൻ കിട്ടിയെന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. റമളാനിൻ്റെ ആത്മീയത കിട്ടാത്തത് ഈ രണ്ടു കാര്യങ്ങൾ റെഡ്യൂസ് ഇല്ല എന്നതാണ്. നമുക്കിത് ഈ രണ്ട് കാര്യങ്ങൾ കുറക്കാൻ കഴിയണം, എന്നാലേ റമളാനിൻ്റെ ആത്മീയത കിട്ടുള്ളൂ. തെരുവുകളിൽ ഡിലീഷ്യസായ സ്നാക്സുകൾ വിൽപ്പനക്ക് വെച്ചിരിക്കുന്നു. വിരോധാഭാസം തന്നെ. റമളാനിൽ ഏറ്റവും സുഭിക്ഷമായ കടികൾ. എന്തിനാ മുഅ്മിനീങ്ങളെ റമളാൻ നമുക്ക് തന്നത്? എന്തിനാണ് റമളാൻ അള്ളാഹിനോട് ചോദിച്ചു വാങ്ങിയത്? ഈ രണ്ടെണ്ണം കുറക്കുമ്പോഴല്ലേ പിശാചിൻ്റെ എൻട്രി ബ്ലോക്ക് ചെയ്യാൻ പറ്റുക. കുടല് നിറയുമ്പോൾ ഹവൻ നഫ്സ് വർദ്ധിക്കും, ഇച്ഛ വർദ്ധിക്കും. അതുകൊണ്ടല്ലേ ഭാര്യനോടോ ഉമ്മനോടോ ചില ആൾക്കാർ പറയും നോമ്പ് തുറന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് കുറഞ്ഞിട്ട് വിളിക്കണേ. ശരിക്കും പറയാൻ കഴിയുന്നില്ല, എടുത്ത പേരെ ഫുഡായുണ്ട്. എന്നിട്ട് 5 മിനിറ്റ് വിളിച്ചാലോ? നാട്ടിൽ 5 മിനിറ്റ് അല്ല, കുറച്ച് വലിയ 5 മിനിറ്റാണ്. കുറച്ച് മിനിറ്റ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ചിരി വരുന്നതെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. ഇത് ടോം ആൻഡ് ജെറിൻ്റെ കോമഡി ഒന്നല്ല, ഇതുള്ള യാഥാർത്ഥ്യമാണ്. ഇതാണ് നമ്മുടെ ഒരവസ്ഥ. ഉറക്കം സുബ്ഹാനല്ലാ, ഒരു 5 മണിക്കത്തെ ബാങ്കിന് 4:45 എണീച്ചിട്ടുണ്ടാവും, ആകെ 1/4 മണിക്കൂർ മുമ്പ്. എന്നിട്ട് 6 മണിക്ക് സുബീസ്കാരം ഖുർആനിൽ ഓതിയിട്ട് 7 മണി 8 മണി 9 മണി 10 മണി 11 മണി ഭാര്യ വിളിച്ച് എന്താ വിളി കണ്ട് വിചാരിച്ചിട്ട് ളുഹർ പങ്കെടുത്തു. ഇങ്ങനെ നേരത്തെ അടയാളം വെച്ചെടുത്ത് ഒന്നുകൂടി പറ്റി ഉറങ്ങി 12 മണി 12:30 7 മണിക്കൂർ 6.5 മണിക്കൂർ ഉറങ്ങി. എന്തിന്? 1/4 മണിക്കൂർ മുമ്പ് നേരത്തെ എണീച്ചിട്ടില്ലേ? അല്ല, പിന്നെ നമ്മളോടെ കളി. എന്തിനാ മുഅ്മിനീങ്ങളെ ഇങ്ങനെ നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നത്? ഈ നോമ്പിനെ കുറിച്ച് ആഖിറത്തിൽ എന്തായിരിക്കും അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അല്ലാ യസ്തക്സിറ മിനത് ത്വആം. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു റമളാനിൻ്റെ പകലിലോ രാത്രിയിലോ ഒരു സെക്കൻഡും ഉറങ്ങാത്ത മഹാനാണ്. എന്താ അവരൊന്നും ഉറങ്ങാത്തത്? റമളാനിൽ ചെയ്യുന്ന ഒരു നന്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വില അവർക്ക് അറിയാം. ആ ബുദ്ധിമാന്മാർക്ക് ഒരു തസ്ബീഹ് റമളാനിൽ ചൊല്ലിയാൽ 1000 തസ്ബീഹ് വലിയ കൂലിയാണ്, ഏറ്റവും ചുരുങ്ങിയത്. നിങ്ങളൊരു സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലിയട്ടെ, ഒച്ചത് ചൊല്ലിയ എങ്ങനെ പറയാം? 1000 തസ്ബീഹ് വലിയ കൂലിയാണ്. സുജൂദിൽ 3 തസ്ബീഹ് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദി, റുക്കൂഇൽ അളീം വബിഹംദി എന്ന് ചൊല്ലിയ 3000 തസ്ബീഹ് വലിയ കൂലിയാണ്. പക്ഷേ ഈ കൂലി വേണ്ടപ്പം നമുക്ക് എന്തിനാ കുറേ കൂലിയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ചില ആൾ തറാവിക്ക് 3 തസ്ബീഹ് ചെല്ലാത്തത്. അള്ള തന്ന തല അള്ളാൻ്റെ മുമ്പിൽ 3 സെക്കൻഡ് വെക്കാൻ സമയമില്ല, തിരക്കല്ലേ, മരണത്തിരക്ക്. വിളിച്ച് ചോദിച്ചു നോക്കിയാൽ 2 പള്ളിയുള്ള നാട്ടിലെ ചെറുപ്പക്കാർ അവിടെ എത്ര മണിക്കാ തറാവി തീരലോ? 8:58 ഞാൻ ഇല്ല മോനെ, ഇവിടെ 8:55 തീരുന്നുണ്ട്, 3 മിനിറ്റ് ലാഭം. എന്തിനിങ്ങനെ ആർക്കായി നിസ്കാരം വേണ്ടത്? എന്തിനാ നമ്മളിങ്ങനെ നമ്മൾ തന്നെ നമ്മളെ ചെറിയ ബുദ്ധിയില്ലേ, കുഞ്ഞു ബുദ്ധി, ആരോടും ഫത്വ ചോദിക്കണ്ട, ഒരു സമസ്ത മുശാവറ ഉസ്താദിനോടും ചോദിക്കണ്ട. കിട്ടിയിട്ടില്ലാന്ന് വിചാരിച്ചോ, എന്നാൽ സൂചന കൊടുക്കും. എന്താ സൂചന?
പള്ളീൻ്റെ പുറത്തുനിന്ന് ചില ആൾ ഉസ്താദിൻ്റെ നിസ്കാരം കുറച്ച് സ്ലോ ആന്ന് പറയുന്നുണ്ട്. നമ്മ പറയുന്നുണ്ടെന്നല്ല, കുറച്ചാൾ പുറത്തുനിന്ന്. ഇനി മൂപ്പര് നല്ല നിലപാടുള്ള ആളായിട്ട് സ്പീഡ് കൂട്ടിയിട്ടില്ലെങ്കിൽ വധഭീഷണി എന്ന് പറയുന്ന പോലെ അടുത്തത് ജോലി ഭീഷണി. സാർ റമദാൻ കഴിഞ്ഞിട്ട് പോകുമായിരിക്കും അല്ലേ? എങ്ങനെയുണ്ട്? അല്ല, ഇങ്ങനെ അമ്മ നിസ്കരിച്ചിട്ട് ശരിക്കും എന്താ ഈ തറാവി നമ്മളെ നാട്ടിൽ സ്പീഡാവാനുള്ള കാരണം എന്താണ്? അതിനെക്കുറിച്ച് നോക്കാം. അതിൻ്റെ അസിൽ പറയേ, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബുഖാരിൻ്റെ ഹദീസ്, നസായിൻ്റെ റിപ്പോർട്ട്, വമാ തഅഖർ. രണ്ടും കൂടി അർത്ഥം വെക്കാം. വൽ മുറാദു ബിഖിയാമി റമദാൻ സ്വലാത്തു തറാവീഹ് വത്തഫഖൽ ഉലമാഉ അല ഇസ്തിഹ്ബാബിഹ. ഫത്തുൽ ബാരി. ഇതിനെല്ലാം പാടെ അർത്ഥം വെക്കുന്നു. ആരെങ്കിലും തറാവി ആത്മാർത്ഥതയോടെ നിസ്കരിച്ചാൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും നാട്ടിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ ഞാൻ മാത്രം വീട്ടിൽ തെരുവിൽ ഇരിക്കൽ മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് നിസ്കരിക്കുന്നതല്ല. ആത്മാർത്ഥത്തോടെ നിസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, ഇതുവരെ ചെയ്ത മൂപ്പരുടെ തെറ്റുകളൊക്കെ അള്ളാഹ് പൊറുക്കും. വമാ തഅഖർ, ഇനി തെറ്റില്ലാത്ത ജീവിതം അള്ളാഹ് കൊടുക്കുകയും ചെയ്യും. ഇതാര് കേട്ടു? ഇബ്ലീസ് കേട്ടു. ഇബ്ലീസ് കാര്യമായിട്ട് നമ്മളെ കൊണ്ട് എന്തിനാ തെറ്റേൽപ്പിക്കണത്? ഇബ്ലീസിൻ്റെ കൂടെ നരകത്തിൽ കിടക്കാൻ. ഇബ്ലീസ് എന്തായാലും നരകത്തിലാന്ന് ഇബ്ലീസിന് അറിയില്ലേ? അറിയാം. അപ്പൊ കൂടെ കുറച്ചാൾ ഉണ്ടാകുന്നത് നല്ലതല്ലേ? അതെ. അതെന്തിന്? ബികോമിൻ്റെ റിസൾട്ട് ഒരാൾ നോക്കി, രജിസ്ട്രേഷൻ നമ്പറിൽ, അയ്യോ അക്കൗണ്ടൻസിക്ക് ബിസിനസ് സ്റ്റഡി പൊട്ടി. ഇയാൾ ഇങ്ങോട്ടേക്ക് മാറിയിട്ട് വേറെ ആൾ റിസൾട്ട് നോക്കുമ്പോൾ ഈ ഒന്നാമത് നോക്കിയാൾ ദ്വാർക്കും ഓനെയും പൊട്ടിക്കണേന്ന്. അതെന്തിന്? സേപ്പരീഷ ഒന്നിച്ചെഴുതാൻ ഒരു രസം വേറെ തന്നെയാണ്. ഇല്ലെങ്കിൽ ഒറ്റക്ക് പോണ്ടേ? ഇബ്ലീസ് ഏതായാലും നരകത്തിലാണ്. ഒന്നിച്ച് കുറേ നരകത്തിൽ കിടക്കുന്ന ഒരു ടീമിനെ കിട്ടണം. അതിന് മൂപ്പരുടെ ദോഷം പുറത്താ പ്രശ്നമാണ്. ദോഷം അവിടെ തന്നെ ഉണ്ടാവണം. അതുകൊണ്ട് ഇബ്ലീസ് എന്താക്കി? ആദ്യം തറാവി 1.5 ആക്കി മാറ്റി വാട്സപ്പ്. രണ്ടാമത്തെ 2 അങ്ങനെ വാട്സപ്പ് സ്പീഡ് വോയിസ് ഇവിടെ ഇറങ്ങിയിട്ടില്ലേ കേൾക്കുന്നേ? അതേമാതിരി സ്പീഡ് തീർക്കൽ. ആ തറാവി കൊണ്ട് കുറ്റക്കാരനാണ് പലപ്പോഴും ആവുന്നത്. അതാണ് ഹദ്ദാദ് ഇമാം പറഞ്ഞത്, മിൻ മകാഇദി ശൈത്വാൻ, പിശാചിന്റെ ചതിയാണ് മോനെ ഈ തറാവീന്റെ സ്പീഡ്, ജാഗ്രത പാലിച്ചോളീൻ. തൊഹഫന്റെ മുഖ്തള വിശദീകരിച്ചിട്ട് ബിഗയ പറയുന്നുണ്ട്, ചിലയിടങ്ങളിൽ തറാവി നിസ്കരിക്കുമ്പോൾ നിനക്ക് ഫാത്തിയും മറ്റൊന്ന് ശരിയാവണ്ണം ഓതുന്നില്ലേ എന്ന് സംശയം വന്ന വൽ ഇൻഫിറാദു അഫ്ളലു, പോയിട്ട് ഒറ്റയ്ക്ക് നിസ്കരിച്ചോളീൻ, നീ ആരും ബോധിപ്പിക്കാൻ വേണ്ടി നിസ്കരിക്കണ്ടെന്ന്. കൂട്ടുകാരെ, നമ്മൾ എന്തിനാ തറാവി നിസ്കരിക്കണത്? നമ്മൾ ആരെ ബോധിപ്പിക്കാനായി നിസ്കരിക്കണത്? സ്വഹാബത്തിൻ്റെ തറാവീഹ്, അവരുടെ ആ തറാവീഹ് കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോൾ അവർ ഭാര്യമാരോട് വിളിച്ചു പറയുകയാണ്, അത്താഴം വേഗം എടുത്തു വെക്കൂ, ഇപ്പോൾ ബാങ്ക് കൊടുക്കാൻ സാധ്യതയുണ്ട്. അത്രയും ദീർഘമായി നിസ്കരിച്ചവരാണ് മഹാന്മാരായ സ്വഹാബത്തെ കിറാം. അത്രയൊന്നും ആവില്ലെങ്കിലും ഒരു മാന്യം മര്യാദയ്ക്ക് നിസ്കരിക്കണ്ടേ നമ്മൾ? ഇതെന്തുകൊണ്ടാണ്? നമുക്ക് കൂടുതൽ തിന്നുന്നത് കൊണ്ടാണ്. കൂടുതൽ തിന്നുന്നതാണ് റമദാനിൻ്റെ ആത്മീയത കിട്ടാത്തതിൻ്റെ കാരണം. അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു. ആറാമത്തത് അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. മിനിമം ക്വാളിറ്റി ഉള്ള നോമ്പാവാനുള്ള ആറാമത്തെ കാര്യം, നോമ്പ് തുറയുടെ നേരത്ത് ഭയപ്പെടണം. എന്ത് ഭയപ്പെടണം? എൻ്റെ നോമ്പ് സ്വീകരിച്ചോ ഇല്ലയോ റബ്ബേ. അതേത് കാര്യത്തിലും പേടി വേണം കേട്ടോ. ഏത് കാര്യത്തിലും നമുക്ക് പേടി വേണം, എൻ്റെ ഇബാദത്ത് സ്വീകരിച്ചോ ഇല്ലയോ. അങ്ങനെ പേടിയുള്ള ആളാണ് യഥാർത്ഥ മുഅ്മിൻ എന്ന് സയ്യിദുന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അല്ലാതെ ഞാൻ ഈ പള്ളിയിലെ കാർപ്പറ്റ് കുവൈത്തിലെ ഒരു അറബീൻ്റെ അടുത്ത് സ്പോൺസർ ചെയ്യിപ്പിച്ചത് ഉസ്താദെ, ഞാൻ ആരോട് പറഞ്ഞിട്ട് ഉസ്താദിനോട് പറഞ്ഞ എല്ലാവരോടും അങ്ങനെ തന്നെ പറയില്ലേ. വെറുതെ വേണ്ടാത്ത പണിക്ക് നിൽക്കരുത്, മണ്ടത്തരം ചെയ്യരുത്. എന്തിനാ നമ്മളായാലും ചെയ്യാൻ നിൽക്കുന്നത്? ഞാനെല്ലാം പള്ളി കമ്മിറ്റിയിലുണ്ടാവുമ്പോൾ, ഞാൻ സംഘടനയിലുണ്ടാവുമ്പോൾ, എന്തുണ്ടാവുമ്പോൾ വൽ ഫഖ്റ ഇലൽ മീസാൻ, നന്മ തിന്മ തൂക്കുന്ന തുലാസിൽ നന്മൻ്റെ തട്ടിലുണ്ടോ എന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ മതി മോനെ എന്ന് ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. മിണ്ടാതിരിക്കൂ, മിണ്ടാതിരിക്കൂ. പേടിക്കേ വേണ്ടത്, നമ്മൾ ചെയ്ത അമൽ സ്വീകരിച്ചോ ഇല്ലയോ എന്ന് പേടി വേണം. ഒരു മനുഷ്യൻ അങ്ങനത്തെ 6 പേടികൾ വേണം.
6 പേടികൾ. ഇൻഷാ അല്ലാഹ് നാളത്തെ പ്രഭാഷണത്തിൽ ഒരു മുഅ്മിനുണ്ടാവേണ്ട 6 പേടികളെക്കുറിച്ച് വിശദീകരിക്കാം. അള്ളാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാക്കട്ടെ.